പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് തജ്വീദ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയത് എന്നീ വിഷയങ്ങളെല്ലാം വിശദീകരിക്കുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് മോഡൽ ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്ന ചോദ്യമാണ്. 7 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടതുഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തത് നിങ്ങൾ നോക്കൂ, ഖുർആൻ്റെ ക്രോഡീകരണമാണ് ജംഉൽ ഖുർആൻ. ഇപ്പോൾ ജംഉ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുമിപ്പിക്കുക എന്നതാണ്. അതാണല്ലോ ഈ ക്രോഡീകരിക്കുക എന്ന് പറയുന്നത്, ഒരുമിപ്പിക്കലല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ജമ്മിൻ്റെ അർത്ഥം ക്രോഡീകരണമാണ്. പിന്നെ ഖുർആൻ്റെ അർത്ഥം പ്രത്യേകിച്ച് പഠിക്കേണ്ട. അപ്പോൾ ജംഉൽ ഖുർആൻ, ഖുർആനിൻ്റെ ക്രോഡീകരണത്തിന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചു. രണ്ടാമത്തത് ഖുർആനിൻ്റെ ആശയം മാറിപ്പോകുന്ന പിഴവാണ്. 2 രൂപത്തിലുള്ള പിഴവുകൾ നമ്മൾ പഠിച്ചു. അതിൽ അർത്ഥം മാറിപ്പോകും. അക്ഷരങ്ങൾ മാറുന്നതിനോടുകൂടെ തന്നെ അതിന് ചിലപ്പോൾ വലിയ അർത്ഥങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അപ്പോൾ ആ പിഴവിന് എന്താ പറയുക? ലഹ്നുൽ ജലീ എന്നാണ് പറയുക. ലഹ്ന് ജലീ. ഇനി മൂന്നാമത്തത് സിഫത്ത്, ഉന്നത്ത് എന്നിവയിലെ നിയമങ്ങളിൽ വരുന്ന പിഴവുകളാണ്. നിയമങ്ങളിൽ വരുന്ന പിഴവുകളാണ് ഏത്? ലഹ്ന് ഖഫി എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ഖിറാഅത്തിൻ്റെ ഇമാം എന്താണ് അറിയപ്പെടുന്നത്? ഖാരിഹ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ അറബി ഖാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിറാഅത്തിൻ്റെ ഇമാം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തത് ഇമാമിൻ്റെ ഖിറാഅത്ത് ശൈലി പ്രചരിപ്പിച്ച ശിഷ്യനാണ് ആര്? റാവി. ഇനി ആറാമത്തത് അറബി അക്ഷരത്തിൻ്റെ ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയും സിഫാത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ഇതിലൂടെ നമ്മൾ പഠിക്കുന്നു. അറബി അക്ഷരത്തിൻ്റെ ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്നതാണ് സിഫാത്ത്. ഇനി ഏഴാമത്തത് ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണ് മഖ്റജ്. ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണ് മഖ്റജ്. അപ്പോൾ മഖ്റജ് എന്താണെന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തത് 2 വിധം എഴുതാം എന്നൊരു ചോദ്യം. 3 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠഭാഗത്തിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ അയച്ചു കൊടുത്ത പട്ടണങ്ങൾ ഏതൊക്കെ പട്ടണങ്ങളാണ്? മക്കയുണ്ട്, മദീനയുണ്ട്, കൂഫയുണ്ട്, ബസ്രയുണ്ട്, യമനുണ്ട്, ബഹ്റൈനുണ്ട്. എല്ലാം ഒന്ന് കണ്ണോടിക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ ആയിരിക്കും. അപ്പോൾ അറിയാണ്ടായി പോകരുത്, മാറിപ്പോകരുത്. ഇനി രണ്ടാമത്തത് അറബി അക്ഷരങ്ങളുടെ സിഫാത്തുകൾ നമുക്കറിയാം കൂടുതലുണ്ട്. എല്ലാം കൂടെ ഇവിടെ എഴുതിയാൽ തീരില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് രൂപത്തിലാണ് ചോദ്യം വരിക നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ അൽ ഹംസ്, കൽക്കല, ഷിദ്ദത്ത്, ലിസ്തിഅല ഇതൊക്കെ അറബി അക്ഷരങ്ങളുടെ സിഫത്തുകളാണ്. നോട്ട് ചെയ്യുക. ഇനി അൽ ഖുറാഉൽ അഷറ 10 ഇമാമിങ്ങളെ പേരുകൾ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് 2 എഴുതി കൊടുത്താൽ മതി. അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇമാം നാഫിഉൽ മദനിയും ഇമാം ആസിമുൽ കൂഫിയെ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 10 പേര് ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഈ രൂപത്തിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം അതിൽ നിന്ന് 2 3 ഒക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ കഴിയും. മറ്റേതെങ്കിലും രൂപത്തിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടാവുക. അതുകൊണ്ട് ആ 10 പേരുകളും 1-2 തവണ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം, ഉത്തരം എഴുതാം എന്ന ചോദ്യം. അതിലൊന്നാമത്തത് ഖുർആൻ മനഃപ്പാഠമാക്കിയ നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം ഏതാണ്? യമാമ യുദ്ധമാണ്. ആ യുദ്ധത്തിലാണ് ഖുർആൻ ഹിഫ്ളുള്ള മനഃപ്പാടമുള്ള കുറേ സ്വഹാബിമാർ മരണപ്പെട്ടു പോയത്. ഇനി രണ്ടാമത്തത് ഇന്ന് ലോകത്ത് പ്രചാരണത്തിലുള്ള മുസ്ഹഫുകൾ ഏതിൻ്റെ മാതൃകയിലാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്? മുസ്ഹഫ് ഉസ്മാനി. അപ്പോൾ റസ്മുൽ ഉസ്മാനിയാണ് ഇന്ന് ലോകത്ത് പ്രചാരണത്തിലുള്ള മുസ്ഹഫുകൾ. അപ്പം മുസ്ഹഫ് ഉസ്മാനി എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തത് ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? അപ്പോൾ ഗ്രന്ഥമായി ശേഖരിച്ചത് ആരുടെ കാലത്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഇനി നാലാമത്തത് ലഹ്ന് 2 വിധം ഏതെല്ലാം?
ലഹ്ന് ജലിയുണ്ട്, ലഹ്ന് ഖഫി. അത് നമ്മൾ നേരത്തെ ഒന്ന് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി അഞ്ചാമത്തത്, ഒരക്ഷരത്തിന് ഉണ്ടാകാവുന്ന കൂടിയ സിഫത്തുകൾ എത്രയാണ്? ഒരക്ഷരത്തിന് എത്ര സിഫത്തുകൾ വരെ പോകാം? 7 സിഫത്തുകൾ വരെ ഒരക്ഷരത്തിന് വരാം. ഇപ്പോൾ ത്വാഇന് 7 സിഫത്തുണ്ട്. അപ്പോൾ ഒരക്ഷരത്തിന് 7 സിഫത്ത് വരെ പോകാം, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നാലാമത്തതാണ്, വ്യക്തമാക്കാം എന്ന ചോദ്യം. അതിലൊന്നാമത് നിങ്ങൾക്ക് കാണാം, ഷെയ്ഖുൽ ഖുറാഇ എന്നറിയപ്പെടുന്നത് ആര്? ഷെയ്ഖുൽ ഖുറാഇ, കാര്യങ്ങളുടെ ഷെയ്ഖ്. ഖുറാ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഖുറാ എന്ന് പറയുക. അപ്പോൾ അവരുടെയൊക്കെ ഷെയ്ഖ് ആരാണ്? ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തത്, ഇമാം ആസിം ഖുർആൻ പഠിച്ചത് ആരിൽ നിന്ന്? ആരിൽ നിന്നാണ് പഠിച്ചത്? അബു അബ്ദുറഹ്മാൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചത്. മൂന്നാമത്തത്, ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ്? സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. 4, ലഹ്ന് എന്നതിൻ്റെ അർത്ഥം എന്ത്? ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവ്. ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവുകൾക്കാണ് ലഹ്ന് എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, സിഫത്ത് എന്നാൽ എന്ത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സിഫത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന, അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേരാണ് സിഫത്ത് എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഇപ്പം തന്നെ അത് പഠിക്കുക. ഒരു വട്ടം കേട്ട് പഠിച്ചില്ലെങ്കിൽ അടുത്തൊരു തവണ കണ്ടിട്ട് വീണ്ടും പഠിക്കുക. ഇനി അഞ്ചാമത്തത്, ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് പൂർത്തിയാക്കാം എന്നതാണ്. സനദ് എന്ന് പറയുമ്പോൾ ഹഫ്സ് റളിയല്ലാഹു അൻഹു ആരിൽ നിന്നാണ് പഠിച്ചത്? ആ ഉസ്താദ് ആരിൽ നിന്നാണ് പഠിച്ചത്? ആ ഉസ്താദ് ആരിൽ നിന്നാണ് പഠിച്ചത്? അങ്ങനെ അത് നബിയിലേക്ക് എത്തണം. അതാണ് സനദ്. അപ്പോൾ ഇവിടെ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദിനെ 1-2 അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. അപ്പോൾ ഇത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമല്ല. എന്നിരുന്നാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെയായി പോകരുതല്ലോ. അപ്പോൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ആളാണ് നബി. അതിൽ നബിയിൽ നിന്ന് താഴോട്ടാണ് വരുന്നത് ഹഫ്സിലേക്ക്. പറയുമ്പോൾ എന്താണ്? ആദ്യം ഹഫ്സ്, പിന്നെ ഹഫ്സിൻ്റെ ഉസ്താദ്, പിന്നെ ഹഫ്സിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, അവരുടെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, അങ്ങനെ പോകും. ഇപ്പോൾ ഇവിടെ ഉസ്മാൻ നബിതങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബു അബ്ദുറഹ്മാൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹു, ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അവസാനം ഹഫ്സുബിനു സുലൈമാൻ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് മോഡൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. വായിച്ചു കഴിഞ്ഞതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലായി. അപ്പോൾ തജ്വീദിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 4 പാഠങ്ങൾ നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് കാര്യങ്ങളുടെ പേരുകൾ, സിഫത്ത് എന്നാൽ എന്ത്, അതേപോലെ തന്നെ മറ്റു വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായി നോട്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ. തജ്വീദ് പരീക്ഷയിൽ എല്ലാവർക്കും മുഴുവൻ മാർക്കും, ഫുൾ മാർക്കും ലഭിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.